ചിദാനന്ദപുരി സ്വാമികളാണ്. സ്വാമിജിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മളെല്ലാവരും ഈ കാക്കൂർ പ്രദേശത്തെ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഭാരതത്തിലുടനീളം ഈ നാമത്തിൽ 80,000-ലധികം സമ്മേളനങ്ങൾ നടക്കുന്നു. അതുകൂടാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്തായാലും ഒരു 160-ലധികം രാജ്യങ്ങളിൽ പല പേരുകളിൽ ഹിന്ദു സമ്മേളനം നടക്കും. എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 1,00,000-ലധികം സമ്മേളനങ്ങളാണ് ഈ വർഷം നടക്കുന്നത്. സന്ദർഭം നമുക്കെല്ലാം അറിയാം, ഇവിടെ പരാമർശിക്കപ്പെട്ടു കഴിഞ്ഞു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപനത്തിന്റെ 100 വർഷം കഴിഞ്ഞ വിജയദശമി ദിവസം പൂർത്തിയായി. തുടർന്ന് വരുന്ന ഒരു വർഷക്കാലം മുഴുവൻ ആ വാർഷികാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത കാര്യപരിപാടികൾ നടക്കുന്നതിന്റെ ഒരു ഭാഗമാണ് ഇത്. ഈ വേദിയിൽ ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഒത്തുചേർന്നിരിക്കുന്ന ഈ സന്ദർഭം, അതിന്റെ സവിശേഷതകൾ മനസ്സിലാക്കി എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഏകതാ സമ്മേളനം എന്ന നാമത്തെ അന്വർത്ഥമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത് മാത്രമേ പറയുന്നുള്ളൂ. സന്ദർഭം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി പരിഗണിക്കേണ്ടത് രണ്ടാണ്. ഒന്ന് ദേശം, രണ്ട് കാലം. ലോകത്തിൽ ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും ഒരു സന്ദർഭം എന്ന് പറയുമ്പോൾ ദേശകാലങ്ങളെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ആ ചർച്ചയ്ക്ക് ആസ്പദമായ ദേശത്തിന്റെ സവിശേഷത, കാലത്തിന്റെ സവിശേഷത. അത് ചിന്തിച്ചുകൊണ്ട് ഏകതയെ ഊട്ടി വളർത്താൻ ഒരാൾ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, ആവർത്തിച്ചു പറയട്ടെ, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും കരുത്താർജിക്കാനും ഏകതയെ വളർത്താനും ആ വളർത്തപ്പെട്ട ഏകതയെ നമ്മുടെ ധർമ്മത്തിന്റെ, വ്യവസ്ഥയുടെ ശാക്തീകരണത്തിനും പോഷണത്തിനുമായി വിനിയോഗിക്കാനും നമുക്ക് സാധിക്കണം. ആ ഒരു സന്ദേശം നൽകുന്ന അഥവാ നൽകാനുള്ള സമ്മേളനമാണ് ഹിന്ദു ഏകതാ സമ്മേളനം.
പറയുന്ന സമയത്ത് ഇന്ന് ഭാരതം വ്യത്യസ്തങ്ങളായ എല്ലാ മേഖലകളിലും ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അടിമത്തമേൽപ്പിച്ച ക്ഷയം, അതിന്റെ പിന്തുടർച്ചയായി വന്ന ക്ഷീണം നമ്മെ അങ്ങേയറ്റം തളർത്തി. അനേക ശതകങ്ങൾ അടിമത്തത്തിലാണ്ട ഒരു രാജ്യം. രാഷ്ട്രമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, രാജ്യമെന്നാ പറഞ്ഞത്. മാറി മാറി വന്ന മേലാളന്മാര് കോടിക്കണക്കിന് സമ്പത്തും കൊള്ളയടിച്ച് നമ്മുടെ സംസ്കാരത്തിന്റെ അടിത്തറയ്ക്ക് തന്നെ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നുപോയി. ആ അടിത്തറയ്ക്ക് ക്ഷതമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ 7 ശതകത്തിലധികം കാലം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ക്ഷേത്രങ്ങളെ ധ്വംസിച്ചും സന്യാസിമാരെ ഹിംസിച്ചും സ്ഥലനാമങ്ങളെ മാറ്റിയും അചിന്ത്യ മഹിമയോടുകൂടിയ നമ്മുടെ സർവകലാശാലകളെ തീവെച്ച് നശിപ്പിച്ചു, ഗ്രന്ഥശേഖരങ്ങളെ തീവെച്ച് നശിപ്പിച്ചു ഒക്കെയാണ് പ്രവർത്തിച്ചത്. ഇതെല്ലാം സാംസ്കാരിക ധ്വംസനത്തിന് വേണ്ട വ്യത്യസ്ത ഉപാധികളായി. നമ്മൾ പലപ്പോഴും ചരിത്രം പഠിക്കുമ്പോൾ നാളന്ത, തക്ഷശില തുടങ്ങിയവ നശിപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ കേവലം നാളന്തയും തക്ഷശിലയുമല്ല, മറിച്ച് 100 കണക്കിന് സർവകലാശാലകളാണ് നശിപ്പിക്കപ്പെട്ടത്. ഈ കേരളവും തമിഴ്നാടും മാത്രം ചേരുന്ന ദക്ഷിണ ഭാരതത്തിന്റെ അർദ്ധഭാഗത്ത് തന്നെ എത്രമാത്രം സർവകലാശാലകൾ ഉണ്ടായിരുന്നു. നമ്മൾ കാന്തല്ലൂർ ശാലയെ കുറിച്ചൊക്കെ പറയും. കാന്തല്ലൂർ ശാല മാത്രമൊന്നുമല്ല, ഒട്ടനവധി ശാലകൾ നശിപ്പിച്ചു. നൂറുകണക്കിന്, മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 10,000-കണക്കിന് ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു. എത്ര സന്യാസിമാരെ കൊന്നു എന്നുള്ളതിന് കണക്കില്ല. അത് കേവലം വെട്ടിക്കൊല്ലുകയാണെങ്കിൽ തരക്കേടില്ല, മറിച്ച് ചിത്രബദ്ധം എന്ന് പറയുന്ന രീതിയിൽ തുണ്ടം തുണ്ടമായി വെട്ടിയും മൂത്രദ്വാരത്തിലൂടെ ആണിയടിച്ച് കയറ്റിയും നഖത്തിനിടയിലൂടെ ആണിയടിച്ച് കയറ്റിയും ഒക്കെ അത്യന്തം പീഡിപ്പിച്ചിട്ടാണ് 10,000-കണക്കിന് പേരെ വധിച്ചത്. ആ സന്ദർഭത്തിലാണ് ഓർമ്മിക്കുക അഖാഡകൾ രൂപീകരിക്കപ്പെട്ടത്, അഖാഡകൾ പ്രചരിച്ചത്. ഇന്ന് 13 അഖാഡകൾ നമുക്കുണ്ട്. 13 അഖാഡകൾ. ഇരിക്കട്ടെ, അതിലേക്ക് അധികം കടക്കുന്നില്ല. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗ്രന്ഥശേഖരങ്ങൾ തീവെച്ചും മറ്റും നശിപ്പിച്ചു. ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ട് നമ്മുടെ സ്വത്വത്തെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം സ്ഥലനാമങ്ങൾ മാറ്റിയ. ഈ സ്ഥലനാമം മാറ്റുന്നത് ചെറിയൊരു വിഷയമല്ല, നമ്മുടെ സ്വത്വമാണ് മാറ്റിമറിക്കപ്പെടുന്നത്. തീർത്ഥങ്ങളുടെ രാജാവായ പ്രയാഗ്രാജ് അങ്ങനെ അലഹബാദായി. ഇപ്പൊ വീണ്ടും അത് പ്രയാഗ്രാജായി, അത് വേറെ വിഷയം, അതിലേക്ക് നമുക്ക് പതുക്കെ വരാം. നമ്മൾ മധ്യ, പശ്ചിമ, ഉത്തര ഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 1000-കണക്കിന് ആബാദുകൾ കാണും. അഹമ്മദാബാദ്, മെഹമ്മദാബാദ്, ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, നജീബാബാദ്, അക്ബറാബാദ്, മുറാദാബാദ്, അങ്ങനെയൊക്കെ പോകും. ഫൈസാബാദ്. ആബാദ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആളാൽ സ്ഥാപിക്കപ്പെട്ടതെന്ന് അർത്ഥം. അപ്പൊ അക്ബറിനാൽ സ്ഥാപിക്കപ്പെട്ടത് അക്ബറാബാദ്, ഫൈസലിനാൽ സ്ഥാപിക്കപ്പെട്ടത് ഫൈസാബാദ്, നജീബിനാൽ സ്ഥാപിക്കപ്പെട്ടത് നജീബാബാദ്, അഹമ്മദിനാൽ സ്ഥാപിക്കപ്പെട്ടത് അഹമ്മദാബാദ്. അങ്ങനെ ആബാദുകൾ. ഈ സ്ഥലനാമം മാറുന്നതോടുകൂടെ സഹസ്രാബ്ദങ്ങളായി നിലനിന്നൊരു ചരിത്രവും പാരമ്പര്യ മഹിമയും
വിസ്മരിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടം ചെയ്തു. പക്ഷേ അതിനേക്കാൾ ഭീകരമായത് ചെയ്തത് പിന്നീട് വന്ന യൂറോപ്യൻസ് ആയിരുന്നു. യൂറോപ്യൻസിൽ ഡച്ചും പോർച്ചുഗീസും ഫ്രഞ്ചും പിന്നീട് ബ്രിട്ടീഷും, അതിൽ ഭാരതത്തെ ഏറെക്കുറെ മുഴുവനും തന്നെ ബ്രിട്ടീഷ് കൈക്കലാണ്. ബ്രിട്ടീഷ് ഭരണം രണ്ട് രീതിയിൽ, ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിലും പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പേരിലും. ഇതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പേരിൽ നടത്തിയ ഭരണത്തിൽ മാത്രം 70 ട്രില്യൺ കോടിയിലടക്കം അധികം രൂപയാണ് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. രത്നങ്ങളായും മരമായും ധാതുക്കളായും വസ്ത്രങ്ങളായും വിഗ്രഹങ്ങളായും ഗ്രന്ഥങ്ങളായും എന്ന് വേണ്ട 70 ട്രില്യൺ കോടിയിലധികം. ഇത് ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ MP ശശി തരൂർ അവിടുത്തെ പാർലമെന്റേറിയൻസിന്റെ മുമ്പിൽ ധീരതയോടെ പ്രസംഗിച്ചത്, ഇത്ര വലിയ കൊള്ളയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയൊന്നും നമ്മൾ നോക്കുന്നില്ല. ആര് നല്ലത് പറഞ്ഞാലും അതിനെ ബഹുമാനിക്കും, ആര് തെറ്റു പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ കൂടെ ചിലർക്കെങ്കിലും എന്തിനാ സ്വാമി ശശി തരൂരിനെ പറഞ്ഞെന്നൊരു സംശയം വരും. നമ്മൾക്ക് യാതൊരു രാഷ്ട്രീയമില്ല. ചിദാനന്ദ ഗുരുസ്വാമിയെ സംബന്ധിച്ച് രാഷ്ട്രമേ ഉള്ളൂ, അല്ലാണ്ട് പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതില്ല. ട്രില്യൺ കണക്ക് കൊള്ളയടിച്ച ശേഷം 600 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ 32% കയറ്റുമതിയും വ്യവസായവും കൈകാര്യം ചെയ്തിരുന്നൊരവസ്ഥയിൽ നിന്ന് 2% താഴെ മാത്രം കയറ്റുമതിയുള്ള ഒരു പ്രദേശമായി നമ്മൾ മാറ്റപ്പെട്ടു. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ധാതു സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു. അതുതന്നെ ദി അറ്റ്ലാന്റിക് ചാർട്ടർ എന്നുള്ള ഉടമ്പടി അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി ബ്രിട്ടൻ ഒപ്പുവെച്ചില്ലായിരുന്നെങ്കിൽ, ആവർത്തിച്ചു പറയുന്നു, അതുതന്നെ അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി ദി അറ്റ്ലാന്റിക് ചാർട്ടർ എന്നുള്ള ഉടമ്പടി ബ്രിട്ടൻ ഒപ്പുവെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. പലരും പറയും അഹിംസയുടെ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യം മേടിച്ചു, ചർക്ക തിരിച്ച് സ്വാതന്ത്ര്യം മേടിച്ചു എന്നാണ് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ബലിദാനം ചെയ്ത് മരണത്തിന്റെ കുരുക്കിലേക്ക് തല വെക്കുമ്പം പോലും വന്ദേ മാതരം എന്ന് ചൊല്ലിക്കൊണ്ട് ആത്മാഹുതി അർപ്പിച്ച ധീര സ്വാതന്ത്ര്യ സമര സേനാനികൾ. എന്റെ രാഷ്ട്രം സ്വതന്ത്രമാകുന്നതിന് തടസ്സം എന്റെ പ്രിയ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ ഞാൻ വെട്ടിക്കൊല്ലും എന്ന് നിശ്ചയിച്ച് സ്വന്തം ഭർത്താവിന്റെ കഴുത്ത് അദ്ദേഹത്തിന്റെ പാദം തൊട്ട് നമസ്കരിച്ച ശേഷം വെട്ടിമാറ്റിയ പതിവ്രതകൾ. ഇങ്ങനെ എത്ര പേരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ അത് മുഴുവൻ നമ്മൾ തിരസ്കരിക്കുകയാണ്, തമസ്കരിക്കുകയാണ്. അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടി എന്നുള്ള വെട്ടിത്തം പറഞ്ഞ അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഒന്ന് ചരിത്രം പഠിക്കുക. 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ബ്രിട്ടന് വന്ന സമയത്ത് അമേരിക്കയുടെ സഹായം തേടുകയും അമേരിക്ക ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഏതേത് രാജ്യങ്ങളെ കീഴടക്കി വെച്ചിട്ടുണ്ടോ കോളനികളാക്കിയിട്ട് അവയെ മുഴുവൻ മോചിപ്പിക്കണം. അത് ലോകത്തെ മറ്റു രാജ്യങ്ങളുള്ള സ്നേഹം കൊണ്ടല്ല. അമേരിക്കയ്ക്ക് എപ്പോഴും കച്ചവട കണ്ണേ ഉള്ളൂ, വേറൊരു കണ്ണും അവനില്ല. ബ്രിട്ടന്റെ കോളനികളായി നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് നേരിട്ട് ആ രാജ്യവുമായി കച്ചവടം ചെയ്യാൻ പറ്റില്ല, ത്രൂ ബ്രിട്ടനെ പറ്റുള്ളൂ. അത് മാറി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി കച്ചവടം
നേരിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ചാർട്ടർ ഒപ്പിടാൻ നിർബന്ധിച്ചത്. ബ്രിട്ടന് വേറെ വഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ ബ്രിട്ടൻ ഭസ്മമായി പോകുമായിരുന്നു. അതുകൊണ്ട് അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പിട്ടു. അതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ഉടനെ 15 രാജ്യം എന്ന് പറഞ്ഞ് ഓരോ കൊല്ലം സ്വാതന്ത്ര്യം കൊടുത്ത് ഏകദേശം 5 കൊല്ലം കൊണ്ട് മൊത്തം പ്രോസസ് പൂർത്തിയാക്കി. ഇതാണ് ചരിത്രം. ഈ അറ്റ്ലാന്റിക് ചാർട്ടർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ചിലപ്പോ അടിമകളായി കഴിയുമായിരുന്നോ അറിയില്ല. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ 47 ബ്രിട്ടൻ പോകുമ്പോഴത്തേക്ക് ഒന്നിനും കൊള്ളാത്ത ദരിദ്രന്മാരുടെ, സ്വത്വബോധമില്ലാത്തവരുടെ, ആത്മവിസ്മൃതിയിൽ അമർന്ന കുറെ ദരിദ്രരുടെ ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ചെറിയൊരു സ്ഥാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ചുരുങ്ങിയ വർഷം കൊണ്ട് നമ്മള് സാമാന്യം പിടിച്ചു നിൽക്കാനുള്ള അവസ്ഥയിലേക്ക് ഉയർന്നു. എന്നാൽ അത്ഭുതകരമായി നമ്മൾ കാണുന്നത്, വ്യക്തമായി പറയാം, സാമ്പത്തിക വീക്ഷണങ്ങളിൽ ശരിക്ക് ശ്രദ്ധിച്ചു പഠിച്ചാൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായതിനു ശേഷം വന്ന പരിഷ്കരണങ്ങൾ വലിയ അളവിൽ നമ്മുടെ പുരോഗതിക്ക് വഴിവെച്ചു. എന്നാൽ അത്ഭുതകരമായിട്ട് ലോകത്തിൽ ഒരു രാജ്യത്തിനും സങ്കല്പിക്കുക പോലും ചെയ്യാൻ കഴിയാത്ത സമഗ്ര വികാസത്തിന്റെ ദിശയിലേക്കാണ് ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം ഭാരതം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുനിഷ്ഠമായി ഓരോ മാനങ്ങളെ വെച്ച് പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. കയറ്റുമതിയുടെ മേഖലയിൽ, ഇലക്ട്രോണിക്സിന്റെ മേഖലയിൽ, സൈനിക ശക്തിയുടെ മേഖലയിൽ, സാമ്പത്തിക വികാസത്തിന്റെ മേഖലയിൽ, അത് കേവലം GDP ഗ്രോത്ത് മാത്രം നോക്കിയാൽ പോരാ. GDP ഗ്രോത്തിനോടൊപ്പം PPI, പർച്ചേസിംഗ് പാരിറ്റി ഇൻഡെക്സ് നോക്കണം. അങ്ങനെ തുലനം ചെയ്ത് നോക്കുന്ന സമയത്ത് അത്ഭുതകരമായ വികാസമാണ് നമ്മൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണത്തിന്റെ മേഖലയിൽ ഭാരതം ഇന്ന് 3ാം സ്ഥാനത്ത് അനിഷേധ്യമായി നിൽക്കുകയാണ്. സാമ്പത്തിക ശക്തിയിൽ ഇതാ നമ്മൾ ഇപ്പൊ 3ാം സ്ഥാനത്തേക്ക് എത്തും. ചിന്തിക്കുക, ബ്രിട്ടനെയും ജാപ്പാനെയും പിന്തള്ളിക്കൊണ്ട് നമ്മൾ 3ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. സൈനിക മേഖലയിൽ ചിലതിൽ നമ്മൾ 2ആണ്, ചിലതിൽ നമ്മൾ 3ആണ്. പക്ഷെ ഇപ്പോഴുള്ള വികാസം ഇതേപടി തുടരുകയാണെങ്കിൽ ഒട്ടും താമസിയാതെ നമ്മൾ മുൻനിരയിലേക്ക് എത്തും. ഇങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ഒരു 2015 വരെ ലോകത്തിലെ 200 യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ, ഹൈ റാങ്കുള്ള യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ 200 എണ്ണത്തിൽ ഒന്നുപോലും ഭാരതത്തിൽ നിന്നില്ലായിരുന്നു. ഈ വെറും 14 വർഷം കഴിയുമ്പോഴത്തേക്ക് ഭാരതത്തിലുള്ള 37ഓളം യൂണിവേഴ്സിറ്റികൾ ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളാണ്. 2036 ഒളിമ്പിക്സ് ആകുമ്പോഴത്തേക്ക് കായിക മേഖലയിൽ ലോകത്തിന്റെ മുൻനിരയിലേക്ക് എത്തത്തക്ക രീതിയിൽ നമ്മുടെ കൊച്ചു മിടുക്കികളെയും തെരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭാരതത്തിൽ പലയിടങ്ങളിൽ. പക്ഷെ നമുക്ക് കേരളത്തിന് ഇതൊന്നും വേണ്ട. കേരളത്തിന് പുതിയ വിദ്യാഭ്യാസ പദ്ധതി പോലും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഒരു ബന്ദ്. നമുക്ക് മിനിയാന്ന് എന്തായിരുന്നു ആ ബന്ദിന്റെ പേര്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. ആ ബന്ദിന്റെ പേരെന്തായിരുന്നു? ഭാരത ബന്ദ്. ഭാരതത്തിൽ എവിടെയുണ്ടായി? കുറച്ച് ഒരു 20% ബംഗാളിലുണ്ടായി, 100% കേരളത്തിലുണ്ടായി. ഒരിടത്തും ഒരു ലാഞ്ചന പോലും. ചിന്തിക്കുക. അപ്പൊ ഇത് കേരള ബന്ധത്ത് പേരിട്ടാ പോലെ, പിന്നെ കുഴപ്പമില്ല, ഭാരതപ്പുഴ എന്ന് പറയണ പോലെ പറയാം. നമുക്കെല്ലാം ഭാരതമാണോ, പുഴ ഭാരതപ്പുഴയാണോ, അതുപോലെ നമുക്കും ഭാരതബന്ധം അതുപോലെയാണ്, വിരോധമില്ല. പക്ഷേ മൊത്തം ഭാരതത്തിന്റെ ഉയർച്ച നോക്കി കാണുന്ന സമയത്ത് ഈ ഒരു കാര്യം എന്തിനാ പറയണമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ലോകത്തിന്റെ നെറുകയിലേക്ക് എല്ലാ മേഖലയിലും ഭാരതം കുതിച്ചുയരുന്ന സമയത്ത് തീർത്തും വിപരീതമായി കടത്തിൽ നിന്ന് കടത്തിലേക്ക് മുങ്ങി
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യാതൊരു സാമ്പത്തിക വിനിമയത്തിനുള്ള കടം വാങ്ങാനുള്ള പരിധിയുണ്ടോ അത് കടന്ന് ഇരട്ടി കഴിഞ്ഞു കേരളത്തിന്റെ കടം. നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും എത്ര ലക്ഷം രൂപ കടക്കാരാണെന്നുള്ളത് കണക്ക് കൂട്ടുമ്പോൾ ഞെട്ടിപ്പോ. കാരണം കേരളത്തിന്റെ സംസ്ഥാന കടം ഡിവൈഡഡ് ബൈ ജനസംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ലക്ഷോപരി രൂപയാണ് ഇപ്പൊ കടമുള്ളത്. 1,80,000 മറ്റോ വരും ഓരോ വ്യക്തിയുടെയും കടം. കൃത്യകണക്കല്ല, ഏകദേശം മാത്രമാണ്, തെറ്റ് വന്നാൽ ക്ഷമിക്കുക. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് മൊത്തം ഹിന്ദുവിന്റെ കാര്യം അല്ലല്ലോ സ്വാമി പറഞ്ഞത്. അതെ, എന്തുകൊണ്ട് എന്നാണെങ്കിൽ ഈ ഹിന്ദു ധർമ്മം, ഭാരതീയ സംസ്കൃതി, സനാതന ധർമ്മം, വൈദിക ധർമ്മം എന്നൊക്കെ നമ്മൾ പദങ്ങൾ പറയുമ്പോൾ അതിനാൽ ലക്ഷ്യമാക്കുന്നത് ഏകമായ ധർമ്മ വ്യവസ്ഥയെയാണ്. പേരെ പലതും ചിന്തിക്കുക. അതുകൊണ്ട് ഈ ഭാരതം ഭാരതമായി നിലനിൽക്കണമെങ്കിൽ, ഈ ഭാരതം ലോകത്തെ നയിക്കുന്ന രീതിയിൽ ഉയർന്ന് മുന്നോട്ട് 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 കുതിക്കണമെങ്കിൽ അതിനനുസൃതമായ ധാർമ്മിക അവബോധം നൽകുന്ന, സമഗ്ര ജീവിത വീക്ഷണത്തെ പുലർത്തുന്ന, ആവർത്തിച്ചു പറയട്ടെ, സമഗ്ര ജീവിത വീക്ഷണത്തെ പുലർത്തുന്ന, ഒരിക്കലും ശാസ്ത്രത്തെയോ സാങ്കേതിക വികാസത്തെയോ അന്യമായി കാണാത്ത ഈ ഹിന്ദു ധർമ്മം വികസിതമാകണം, നിലനിൽക്കണം. മറ്റുള്ളവർ മുഴുവൻ തോട്ടത്തിന്റെ സംസ്കാരം, ഞങ്ങളുടേത് മാത്രം ശരി, ഞങ്ങളിലൂടെ മാത്രം മോചനം, ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള എന്ന സിദ്ധാന്തക്കാരാണ്. എല്ലാത്തിനെയും സ്നേഹിക്കാനും ആദരിക്കാനും സ്വന്തം അടിത്തട്ടിലേക്ക് ഇരുത്തി ആശ്ലേഷിക്കാനും കഴിയുന്ന ഒരു വീക്ഷണം ഈ ഭാരതാംബ നൽകിയ വീക്ഷണം. അതിന് ഹൃദയത്തിലേറ്റുന്നവരാണ് ഹിന്ദു. ആ ഹൃദയത്തിലേറ്റുന്ന വിശാലത നമ്മുടെ ദൗർബല്യമായി മാറരുത്. ആ ഹൃദയത്തിലേറ്റുന്ന വിശാലത ചൂഷണം ചെയ്യപ്പെടരുത്. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വേദങ്ങളിലേക്ക്, ശാസ്ത്രങ്ങളിലേക്ക് തിരികെ പോകണം. ഇടക്കാലത്ത് പലരും പറഞ്ഞ് പഠിപ്പിച്ച അബദ്ധങ്ങളെ ശിരസിൽ നിന്ന് മാറ്റണം. അപ്പൊ എന്ത് വേണം? സാമ്പത്തികമായി ഉയരണം. ആദ്യം പറയാനുള്ളതാണ്. കൃഷിയിലായാലും കച്ചവടത്തിലായാലും വ്യവസായത്തിലായാലും പുതിയ പുതിയ സംരംഭകത്വത്തിന്റെ ഭാഗമായി മുന്നേറുന്ന വിഷയത്തിലായാലും നമ്മൾ മുന്നോട്ട് വന്നേ മതിയോ. ഈ സംരംഭകത്വത്തിൽ മുന്നോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ എന്ന് പറയാൻ പേടിയുണ്ട്. എന്താ കാരണം? പേടിയോ? സന്യാസിക്ക് ഭയമോ? ആ അർത്ഥത്തിലല്ല പേടിയെ പറഞ്ഞത്. വാക്ക് അനർത്ഥായി പോകുമല്ലോ എന്നുള്ള പേടി. കാരണം കൃഷി കൊടികുത്തി നമ്മൾ നിർത്തിച്ചു. വ്യവസായശാലകളെ മുഴുവൻ കൊടികുത്തി മുദ്രാവാക്യം വിളിച്ച് കൂട്ടിച്ചു. ട്രാക്ടർ വന്നപ്പോ നമ്മൾ അതിന്റെ ഡീസൽ ടാങ്കില് മണലും ഉപ്പും നിറച്ചു. കമ്പ്യൂട്ടർ വന്നപ്പോ നമ്മൾ അടിച്ചു പൊളിച്ചു. ചിന്തിക്കുക, തിരിഞ്ഞു നോക്കൂ, അപ്പൊ കാണാൻ പറ്റും. ഇങ്ങനെ ഒട്ടും വ്യവസായ സൗഹൃദമല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറിയപ്പോ വ്യവസായികൾക്ക് കേരളം വിട്ടുപോകേണ്ടി വന്നു. തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും തെലങ്കാനയിലേക്കും ഒക്കെ കുടിയേറി. നമ്മളൊരു കാര്യം ചെയ്യും, ഏറെ ദൂരം ഒന്നും പോകാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഇവിടുന്ന് റോഡ് വഴി, ട്രെയിനല്ല, റോഡ് വഴി കോയമ്പത്തൂർ വരെ ഒന്ന് പോയിട്ട് മടങ്ങുക. അത്ര മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. എന്താ സമയം ഞങ്ങൾ പലപ്പോഴും കോയമ്പത്തൂർ പോയി വന്നിട്ടുണ്ട്. ശരി, സന്തോഷം. പക്ഷെ ഇനി പറയുന്ന ദൃഷ്ടിയിലൊന്ന് പോവുക. വാളയാറിൽ കടന്ന് കോയമ്പത്തൂർ വരെ എത്ര ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, എത്ര ഹൈ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ്, മറ്റു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക.
എന്നിട്ട് തിരിച്ചു വന്നിട്ട് വാളയാറിന്റെ അടുത്ത് ആ പുതുശ്ശേരി പാലത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുക, ഒന്നും അറിയാത്ത പോലെ നിന്നാൽ വീണ്ടും എണ്ണ രാവിലെ. എത്ര ബസ്സുകളാണ് കേരളത്തിൽ നിന്ന് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്? വൈകുന്നേരം എത്ര ബസ്സുകളാണ് തിരിച്ചു വരുന്നത്? ഒന്ന് എണ്ണിയാൽ മതി. അപ്പൊ നമുക്ക് കാണാൻ കഴിയും, ദിനായിരക്കണക്കിന് മക്കൾ പഠിക്കുന്നത് അപ്പുറത്താണ്, പോകുന്നത് ഇപ്പുറത്തു നിന്നാണ്. എന്തുകൊണ്ട് ഇപ്പുറത്ത് സ്ഥാപനം ഇല്ല? എന്തുകൊണ്ട് ഇപ്പുറത്ത് സ്ഥാപനമില്ല? കേരളം വേറെ തമിഴ്നാട് വേറെ എന്നുള്ള കാഴ്ചപ്പാടിലല്ല ഞാൻ പറയുന്നത്. കേരളവും തമിഴ്നാടും എല്ലാം ഭാരതത്തിന്റെ അവശ്യ ഭാഗങ്ങളാണ്. പക്ഷേ ഏകതാ സമ്മേളനങ്ങൾക്ക് കേരളത്തിൽ ഏറ്റവും അധികം പ്രസക്തി ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ പറയുന്നത്. വ്യവസായകർക്ക്, സംരംഭകന്മാർക്ക് ആരംഭിക്കാനുള്ള സൗഹൃദ ഭാവം ഇവിടെ ഇല്ലാതാക്കി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇത്ര കാലം കൊണ്ട്, ഇത്രയും കാലത്തെ ദുർഭരണം കൊണ്ട്. ഞാൻ ഒരു പാർട്ടിയെയും എടുത്തു പറയുന്നില്ല, പക്ഷെ ഇത്രയും കാലം ഭരിച്ചവര് അങ്ങനെ ആക്കി തീർത്തു. ഇതിലൊരു മാറ്റം വന്നേ മതിയോ? ഇനി ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഇനിയും ഇത്തരം പൊതുവായിട്ടുള്ള വിഷയങ്ങളല്ലാതെ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും മറ്റും ഒന്ന് ദൃഷ്ടി വായിച്ചാൽ അപമാനിക്കപ്പെടുന്ന, നിരന്തരം നിന്ദിക്കപ്പെടുന്ന ഒരു സമാജമായി നമ്മളിവിടെ കഴിയേണ്ടി വരികയാണ്. ഇത് കേവലം ശബരിമല മാത്രം മനസ്സിൽ വെച്ചിട്ടല്ല പറയുന്നത്. നിരന്തരം നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും ഒരു ഭാഗത്ത് നിന്ദിക്കുന്നവര് മറുഭാഗത്ത് മതങ്ങളുടെ ഓരോ കാഴ്ചപ്പാടിനെയും മഹത്വമാർന്ന ഒരു ഭാവത്തിൽ പൊതുവേദിയിൽ പ്രശംസിക്കുക കൂടി ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു അസന്തുലിത, അപകടകരമായ, അനാരോഗ്യകരമായ അസന്തുലിത ഭാവം ഇവിടെ വർദ്ധിക്കുകയാണ്. നേരത്തെ ഇവിടെ ഭക്ത സമ്മേളനത്തെ കുറിച്ച് പരാമർശിക്കപ്പെടുകയുണ്ടായി. അയ്യപ്പ ഭക്തസംഗമം ശബരിമല അയ്യപ്പന്റെ പേരിൽ നടത്തിയപ്പോ എത്ര കോടിയുടെ തട്ടിപ്പ്, ക്രമക്കേട് നടന്നു എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുക. ഏത് സന്ദർഭത്തില് സ്വർണം കൊള്ള ഒരു പരിധി കടന്ന് കേരളം മാറി മാറി ഭരിച്ചവര് മുഴുവൻ ദേവസ്വത്തെ കൊള്ളയടിച്ച് അശുദ്ധമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മൾ അറിയുകയാണ്. ഇപ്പൊ പോയി ഉള്ളിലുള്ള തന്ത്രി അടക്കം അകത്ത്. ഈ അവിഹിതമായ കൂട്ടുകെട്ട് എങ്ങോട്ടെത്തും? ഇനിയും അതിലില്ല പൈതങ്ങളാണ് വന്നു ഭഗവാനെ എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഭണ്ഡാരത്ത് പൈസ ഇടുകയാണെങ്കിൽ പിന്നെ ഇവിടെ ജീവനുണ്ടോ ഹിന്ദുവിന്? ഇതൊക്കെ കണ്ടിട്ടും, ഇത്രയ്ക്കൊക്കെ കൊള്ള നടക്കുന്നത് കണ്ടിട്ടും പിന്നെ കൊണ്ടിടുക ഭണ്ഡാരത്തിൽ. അറിവില്ലാ പൈതങ്ങളാണ് വന്നു ഭഗവാനെ. നിനക്കൊന്നും ഒരിക്കലും അറിവുണ്ടാവില്ലടാ, ഒരിക്കലും ഉണ്ടാവില്ല. ചിന്തിക്കുക. ഇത് ചെറിയ ദൃഷ്ടാന്തം മാത്രം പറഞ്ഞതാണ്, ദൃഷ്ടാന്തം മാത്രം പറഞ്ഞതാണ്. നമ്മുടെ ധർമ്മത്തിൽ മിഥോളജി ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞ നമുക്ക് അതേപടി അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. നമ്മൾ മിഥോളജി ഉണ്ട്, ധാരാളം മിത്തുകൾ നമുക്കുണ്ട്. പക്ഷേ നമ്മുടേതായ ശാസ്ത്രങ്ങളിലുള്ള സങ്കല്പം മാത്രം മിത്താണെന്ന് പറയാൻ, മറ്റുള്ളതൊന്നും ഉണ്ടാണ്ടിരിക്കുക. ഗണപതി മിത്താണ്, സന്തോഷം, ഗണപതി മിത്തായിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം മിഥോളജിയെ ആദരിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ ബുറാക്ക് മിത്താണെന്ന് പറയുക, അത് പറയാൻ പാടില്ല. മുഹമ്മദ് നബി ബുറാക്കിന്റെ മുകളിൽ കയറിയിട്ടാണ് 7 സ്വർഗങ്ങളിലെ മുകളിൽ പോയത്. നല്ല സുന്ദരിയായ അപ്സരസിന്റെ മുഖമാണ്, കവർ കഴുതയുടെ ശരീരമാണ്. അങ്ങനെയുള്ള ബുറാക്ക് അതിന്റെ മുകളിൽ കയറിയിട്ടാണ് 7 സ്വർഗങ്ങൾക്ക് അപ്പുറത്ത് പോയതും തിരിച്ചു വന്നതും. അത് ഉണ്ടാൻ പാടില്ല. ചിന്തിക്കുക. ഉദാഹരണം, എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് സൂചിപ്പിക്കാനാണ് പറയുന്നത്. 1000 ദൃഷ്ടാന്തങ്ങളൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. ഒരു സൂചന മാത്രം പറഞ്ഞു മുന്നോട്ട് പോകും. ഈ സമയത്ത് ശക്തമായ ഏകതയാർന്ന ഒരു സമാജമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. സാമ്പത്തിക ഭദ്രതയുള്ള ശക്തമായ
ആവർത്തിച്ചു പറയട്ടെ, ദുർബലരെ സ്നേഹിക്കണം, ദുർബലരെ സേവിക്കണം, ദരിദ്രരെ സേവിക്കണം. പക്ഷേ ദൗർബല്യത്തെയും ദാരിദ്ര്യത്തെയും പൂജിക്കരുത്. നമ്മൾ പൂജിക്കുന്നത് മുഴുവൻ പ്രബലരെയാണ്. വിഷ്ണുവിൽ നോക്കൂ, 4 കൈകൾ, 2 ഉഗ്രങ്ങളായ ആയുധങ്ങൾ, 2 ശാന്തിയുടെ ചിഹ്നങ്ങൾ. ശിവനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ശൂലം. ഏത് ദേവതയെടുത്താലും ഭഗവതീകത പറയേ വേണ്ട. 8 കൈ, 10 കൈ, 16 കൈ, 20 കൈ, ഓരോ കൈയിലും വെട്ടിത്തുളങ്ങുന്ന ആയുധങ്ങൾ. ദുർബലതയുടെ മൂർത്തികളെ നമ്മൾ ആരും പൂജിക്കുന്നില്ല. മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടവരെ ഒന്നുമല്ല നമ്മൾ പൂജിക്കുന്നത്. മറിച്ച് കരുത്തിന്റെ മൂർത്തികളാണ്. ഈ കരുത്ത് നമ്മൾ തിരിച്ചറിയണം. ഈ കരുത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് നമ്മുടെ കുഴിക്കളരികൾ മുഴുവൻ നിരോധിച്ചത്. ആയോധന കലയെ നിരോധിച്ചത്, കളരിയെ നിരോധിച്ചത്. മറക്കരുത്. അത് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കണം നല്ല രീതിയിൽ. ശക്തമായ സമൂഹം, ശക്തമായ സമാജമായി തീരണമെങ്കിൽ ആർഭാടങ്ങൾ ഒഴിവാക്കണം. കല്യാണത്തിന്റെ പേരിലും മറ്റും നടക്കുന്ന താന്തോന്നിത്തങ്ങൾ ഒഴിവാക്കണം. ധർമ്മത്തിനനുസരിച്ച് ധനം സമ്പാദിച്ച് ആ ധനം അനുവദിക്കുന്നത്ര കാമിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ കരുത്തുറ്റ വ്യക്തിയും സമാജവുമായി നമുക്ക് തീരണം. ആചാര അനുഷ്ഠാനങ്ങളെ പുലർത്തുന്ന സമൂഹം, നിത്യാചരണങ്ങൾ, ശാസ്ത്രബോധം, ഇവ രണ്ടും സമന്വയിപ്പിക്കപ്പെട്ട സമാജം. ഈ സമാജത്തെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. സർവോപരി നല്ല സന്താന ബലമുള്ള സമൂഹം. സന്താന ബലമുള്ള സമൂഹം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഭൂരിഭാഗം പേരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടാവും. ഇപ്പൊ വേണ്ട, അത് കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു കാര്യം ചെയ്യാം. 2002 SIR അനുസരിച്ച് ഓരോ നിയോജക മണ്ഡലത്തിലെയും ജനസംഖ്യ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, വോട്ടേഴ്സ് ലിസ്റ്റ്. ഇപ്പൊ ഫൈനൽ ആയിട്ടില്ലെങ്കിലും SIR പ്രധാന ഭാഗം കഴിഞ്ഞത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ആർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതും എടുക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്. കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഹിന്ദുവിന്റെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപകടകരമായ വ്യതിയാനമാണ്. ഒന്നുകിൽ എല്ലാവരും കുടുംബാസൂത്രണ മാർഗം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹിന്ദുവിന് ധാരാളം മക്കൾ ഉണ്ടാവണം. 2 വഴിയാണ്. അല്ലാതെ ഇതേ തോതിൽ പോയി കഴിഞ്ഞാൽ അപകടമാണ്. ആ അപകടത്തിന്റെ ചെറിയൊരു ദൃഷ്ടാന്തം മാത്രം നിങ്ങളുടെ മുമ്പ് പറഞ്ഞുതരാം. ദേവസ്വം സർക്കാരിന്റെ നിയന്ത്രണത്തിലാവുന്നതും ക്ഷേത്രങ്ങളെ സർക്കാർ ഭരിക്കുന്നതും നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം. എന്റെ ദേഹത്തില് ഒരു രോഗം വന്നു. ഞാനിപ്പോ കണ്ടു വന്നപ്പോ പറയുകയായിരുന്നു, 4 ദിവസമായിട്ട് ഈ മസിലിനൊരു വേദന ഉണ്ട്. അധ്യക്ഷനോട് പറയുകയായിരുന്നു, എനിക്ക് മസിൽ പെയിൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പണ്ട്. അതുകൊണ്ട് അതിനുള്ള ഔഷധം ഞാൻ കഴിക്കുന്നു, അതിനുള്ള തൈലം ഞാൻ പുരട്ടുന്നു. ഒരു 3-4 ദിവസം കൊണ്ടത് ഭേദാവും, ഇല്ലെങ്കിൽ ഭേദാവില്ല. 2 സാധ്യതയേ ഉള്ളൂ. ഭേദമായാലും ഭേദമായില്ലെങ്കിലും ഞാൻ ഔഷധം പ്രയോഗിക്കണം. പറഞ്ഞതിന് താല്പര്യം, ഇത് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അംഗീകരിക്കണം. അതുപോലെയാണ് ദേവസ്വം ഭരണം. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അംഗീകരിക്കണം. ഇപ്പോൾ ഉണ്ട് എങ്കിൽ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ കീഴിലുള്ള ഒരു സംവിധാനത്തിൽ ജനപ്രാതിനിധ്യം ദേവസ്വത്തിൽ ഉണ്ടായിരിക്കണം. ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. ഡെമോക്രസിയുടെ, ജനപ്രാതിനിധ്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം അറിയുന്നവർക്ക് മനസ്സിലാവും. എങ്കിൽ പറയട്ടെ, പ്രാചീനങ്ങളായ അനേകം മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇന്നത്തെ മലപ്പുറം ജില്ല. തൃക്കണ്ടിയൂരും തൃപ്രങ്ങോട്ടും അതുപോലെ തിരുമാന്താംകുന്നും, അങ്ങനെ അനേകം പേര് പറയുമ്പോൾ വിട്ടുപോകും. കടാമ്പുഴയും അനേകം.
അന്നത്തെ ഭരണ സംവിധാനത്തിൽ ജനപ്രാതിനിധ്യം എന്നുള്ളത് നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? 16 MLA ഉള്ളത് 2 MLA നാമമാത്രമായി ഹിന്ദുക്കളുള്ളത്. ക്ഷേത്ര വിശ്വാസികളാണെന്നോ ഭക്തന്മാരാണെന്നോ പറഞ്ഞിട്ടില്ല, നാമമാത്രമായി ഹിന്ദുക്കൾ. ഈ ഹിന്ദു നാമധാരികളാണ് ദേവസ്വത്തിലേക്ക് മെമ്പറെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാൻ അധികാരം. അപ്പൊ ജനപ്രാതിനിധ്യം വ്യവസ്ഥ അനുസരിച്ച് 2/16 മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് ക്ഷേത്ര ഭരണത്തിൽ പങ്കാളിത്തം. വിശ്വാസികൾക്കല്ല പറഞ്ഞത്, ഹിന്ദു നാമധാരികൾക്ക്. എന്തുകൊണ്ട്? ജനസംഖ്യാ വ്യതിയാനം കൊണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹിന്ദു മാത്രം ഉപയോഗിച്ച് വിഡ്ഢിയാവരുത്. നാളെ ഖേദിക്കേണ്ടി വരും. നമ്മുടെ അയൽ രാഷ്ട്രങ്ങളിൽ, പാകിസ്ഥാനിൽ ഭാരതീയ നേതാക്കളുടെ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മുടെ യോഗാധ്യക്ഷൻ പറഞ്ഞു. ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാന സ്ഥാനം, വേദം ഏറ്റവും പുഷ്കലമായി ശോഭിച്ച ഭാഗം സിന്ധുവോട് ചേർന്ന ഭാഗമായിരുന്നു. അതാണ് മുറിച്ച് മാറ്റപ്പെട്ട് പാകിസ്ഥാനാക്കിയത്. ശാക്തേയ ഉപാസനയുടെ ഏറ്റവും പ്രധാന ഭാഗം മുറിച്ചു മാറ്റി കിഴക്കൻ പാകിസ്ഥാനുമാക്കി. അതാണ് പിന്നീട് ബംഗ്ലാദേശ് ആയത് നമുക്കറിയാം. അപ്പൊ ശാക്തേയ ഉപാസനയുടെ മുഖ്യമായ സ്ഥാനത്തെ മുറിച്ചു മാറ്റി, വൈദിക സംസ്കൃതിയുടെ മുഖ്യ ഭാഗത്തെ മുറിച്ചു മാറ്റി, ബാക്കി ഇവിടെ ഇന്ത്യയുമായി. ഇനി അതുപോലെ അയൽ രാജ്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കും. പതിനായിരക്കണക്കിന് പെൺകുട്ടികളും മുത്തശ്ശിമാരും അടങ്ങുന്ന നമ്മുടെ സഹോദരിമാര് പ്രതിവർഷം ബലാത്സംഗം ചെയ്യപ്പെടുന്ന, 10,000 പേര് കൊല്ലപ്പെടുന്ന, ബലപൂർവകം മതം മാറ്റപ്പെടുന്ന, തങ്ങളുടെ ആരാധനാലയങ്ങളെ തകർക്കുന്നത് തീർത്തും നിരാലംബരായി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണ് ചുറ്റുപാടൻ രാജ്യങ്ങൾ. ഇതൊക്കെ ആദ്യം ഭാരതമായിരുന്നു, ഇതൊക്കെ ഹിന്ദു പ്രദേശമായിരുന്നു. ചരിത്രത്തിൽ നിന്ന് പാഠം വേണ്ടതുപോലെ നമ്മൾ ഉൾക്കൊണ്ടില്ല എന്നതുകൊണ്ട് ആവർത്തിക്കുന്നു. ചരിത്രത്തിൽ നിന്ന് വേണ്ടതുപോലെ നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ല എന്നതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഈ വിധമായി തീർന്നു. കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രം നേടിയാൽ ഒരിക്കലും രാഷ്ട്ര സ്വാതന്ത്ര്യമാവില്ല എന്ന വ്യക്തമായ കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 ഡോക്ടർ ജിആർ രൂപീകരിക്കപ്പെട്ടത്. വ്യക്തമായ കാഴ്ചപ്പാടാണ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്, അതുകൊണ്ട് മാത്രം രാഷ്ട്ര സ്വാതന്ത്ര്യമാവില്ല, നാഷണൽ ഫ്രീഡം ആവില്ല. നാഷണൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണമെങ്കിൽ അവിടെ പൗരൻ വളർന്നു വരണം. ആ പൗരൻ 2 ശക്തികളുള്ളവനാകണം. ഒന്ന്, വ്യക്തമായ ശാസ്ത്രബോധം. 2, സുശക്തമായ ആയുധബലം, ആയോധന പാടവം, ബ്രഹ്മതേജസ്സും ക്ഷാത്രവീര്യം. ഈ രണ്ടിന്റെയും സമന്വയത്തിനാണ് ബൗദ്ധികവും ശാരീരികവും സമന്വയിപ്പിച്ച രീതിയിൽ ശാഖ എന്നൊരു സംവിധാനം സംഘത്തിൽ വന്നത്. അതിന് ഡോക്ടർ ജിക്ക് പ്രേരകമായി തീർന്ന അനേക ഘടകങ്ങളിൽ ഒന്ന് ഈ കേരളത്തിൽ നിന്നുള്ളതാണ്. അത് മറ്റൊന്നല്ല, 1921 ഹിന്ദു ഉന്മൂലന പരിശ്രമത്തിലൂടെ ഇവിടെ മാപ്പിളസ്ഥാനം ഉണ്ടാക്കിയെടുക്കാം എന്ന സങ്കല്പത്തോടു കൂടി നടന്ന ലഹളയായിരുന്നു. ഹിന്ദു ഉന്മൂലനമായിരുന്നു. അതിനെ കലാപം എന്ന് പറയുന്നത് കലാപമല്ല. കലാപം എന്ന് പറയുമ്പോൾ 2 ഭാഗത്തു കൂടി ഉള്ളവർ വരുമ്പോഴാണ് കലാപമാകുന്നത്. കലാപങ്ങൾ അനേകം നടന്നിട്ടുണ്ട്, നമുക്കറിയാം, അനേക കലാപങ്ങൾ. മറ്റത് ഉന്മൂലനമാണ്. അത്തരമൊരു ഉന്മൂലനം ശ്രമം നമ്മൾ പിന്നെ കാണുന്നത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം സിഖുകാർക്കെതിരായി നടന്നതാണ്. 3000 ചില്ലാൻ സിഖുകാർ മാത്രമാണ് ദില്ലിയിലും പരിസരത്തിലും കൊല്ലപ്പെട്ടത്. അത് കലാപമല്ല, അത് ഉന്മൂലന പരിശ്രമമാണ്.
പലരും അത് പറയുന്ന പോലുമില്ല. എന്നതിന്റെ അറിയില്ല. ഗുജറാത്തിൽ കലാപമായിരുന്നു 2002 ഗുജറാത്തിൽ കലാപമായിരുന്നു. 700-ലധികം മുസൽമാന്മാരും 400-ലധികം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു. അത് കലാപമാണ്, ഏകപക്ഷീയമായ ഉന്മൂലന ശ്രമമാണ്. എന്നാൽ സിഖുകാർക്കെതിരെ ഏകപക്ഷീയമായ ഉന്മൂലന ശ്രമമായിരുന്നു. അതുപോലെയാണ് 1921. അതുകൂടി ഹേതുവായിട്ടുണ്ട്, ഒരു സംശയമില്ലാതെ പറയാം. ഇപ്പൊ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇത് സനാതന ധർമ്മമാണെന്നൊന്നും പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല. സനാതനമാകുന്നത് കാലത്തിനനുസരിച്ച് നവീകരണം സംഭവിക്കുന്നത് കൊണ്ടും, ഒന്ന് ആവർത്തിച്ചു പറയുന്നു, കാലത്തിനനുസരിച്ച് നവീകരണം സംഭവിക്കുന്നത് കൊണ്ടും, ഇനിയും ആവർത്തിക്കേണ്ടെന്ന് തോന്നുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ്. ചില മാമൂലുകളിൽ ഇന്നലെയുള്ളതിൽ മാത്രം മുറുകെ പിടിച്ച് കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ കഴിയാത്തൊരു വ്യവസ്ഥയായി നമ്മൾ നിന്നാൽ നമ്മൾ ചരിത്രത്തിൽ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടും. പ്രത്യേകം ശ്രദ്ധിക്കുക. കാലത്തിനനുസരിച്ച് നവീകരിക്കണം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, നമ്മുടെ പതനങ്ങളെന്ന് മനസ്സിലാക്കി ഇനി അത് വരാതിരിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞു, സാമ്പത്തികമായും അല്ലാതെയും ശക്തമായ സമാജമായി നമ്മൾ തീരണം. ഇന്നത്തെ നമ്മുടെ വ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥയാണ്. രാജഭരണമായിരുന്നെങ്കിൽ അത് വേറെ തരത്തിലാണ് പറയുന്നത്. പ്രസിഡൻഷ്യൽ രീതിയാണെങ്കിൽ വേറെ രീതിയിലാണ്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇവിടെ പൂർണ്ണമായ ഡെമോക്രാറ്റിക്കൽ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നേറേണ്ടത്. ഓരോ തെരഞ്ഞെടുപ്പും വളരെ പ്രധാനമാണ്. ആരെ തെരഞ്ഞെടുക്കുന്നു, എന്ത് തെരഞ്ഞെടുക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി ഉണ്ടാവുക. അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തവർക്ക് ഒരിക്കലും വിജയമില്ല, നിലനിൽപ്പില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ മനസ്സിലാക്കലുകളോടുകൂടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഗതിയെ കൂടുതൽ ത്വരിതമാക്കാനും അതിനനുസൃതമായി നമ്മുടെ കേരളീയ ഹൈന്ദവ സമാജത്തെയും ശക്തമാക്കാനും ആയിരിക്കണം ഈ ഏകതാ സമ്മേളനം കേരളത്തിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ കുറച്ച് വ്യത്യസ്തമായിരിക്കും നമ്മൾ പറയുക, അല്ലെങ്കിൽ ഗുജറാത്തിലാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായി. കാരണം ഓരോ പ്രദേശത്തിന്റെയും പ്രതിസന്ധിയെ തിരിച്ചറിഞ്ഞ് ആ പ്രതിസന്ധിയിൽ നിന്ന് ധർമ്മവ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാനുള്ള ക്രമമായിരിക്കണം നമ്മുടെ. ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മെ അന്ധകാരത്തിൽ നിന്ന് ഉയർത്താൻ പരിശ്രമിച്ച മഹാത്മാക്കളെ ഒക്കെ നമ്മൾ ഓർമ്മിക്കണം. കേവലം സന്യാസിമാരെ മാത്രം പോരാ. ഇവിടെ കുറെ പേരുടെ ചിത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങേയറ്റം പൂജിക്കുന്നവരാണ്. പക്ഷെ അത് മാത്രം പോരാ. വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ ഉയർത്തിയവരെ മുഴുവൻ ഓർമ്മിപ്പിച്ചും ആദരിച്ചും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ചരിത്രത്തെ ശരിയായ രീതിയിൽ അപഗ്രഥിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. ഇതായിരിക്കണം ഈ ഏകതാ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും സുശക്തമായ രാഷ്ട്ര നിർമ്മിതിക്ക് ഉതകുന്ന സമൂഹമായി നമ്മളത് തീരണം. ഇല്ലെങ്കിൽ ഇന്ന് ആപത്കരമാണ്. കേരളത്തിൽ നോക്കൂ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുന്നില്ല. എല്ലാം പോവുകയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക്. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ പുറത്തേക്ക്. എന്തുകൊണ്ട്? അവർക്ക് അനുകൂലമായ ഒരു ജീവൻ വ്യവസ്ഥ ഉയർന്നു പോകാനുള്ളത് ഇവിടെ കിട്ടുന്നില്ല. അതുണ്ടാവണമെങ്കിൽ വ്യാവസായികമായി ഒട്ടനവധി അവസരങ്ങൾ ഇവിടെ ഉണ്ടാകണം. അതിന് വികാസം സംഭവിക്കണം. ആ വികസനത്തിലേക്ക് നമ്മൾ നയിക്കണം.
അല്ലാതെ ബന്ധുകൾ നടത്തി സ്വയം നശിക്കാനും നശിപ്പിക്കാനും ആവരുത് നമ്മുടെ ശ്രമം. ചിന്തിക്കുക. അങ്ങനെ ശക്തമായ സമൃദ്ധമായ ഒരു സമാജമായി ഉയർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടെ സൂചിപ്പിച്ച ഏകതയാണ്. നമ്മൾ ഭിന്നിച്ച് ഭിന്നിച്ച് കഴിയുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ. ഒരു ഭിന്നതയും വേണ്ടെന്നാണോ പറയുന്നത്? ഈ 5 പേരിലും ഭിന്നതയുണ്ട്. ഭിന്നത വേണം. ഈ ചെറുവിരൽ പ്രവർത്തിക്കേണ്ട പോലെ അല്ല പെരുവിരൽ പ്രവർത്തിക്കേണ്ടത്, അതുപോലെ അല്ല ചൂണ്ടുവിരൽ പ്രവർത്തിക്കേണ്ടത്. ഭിന്നതയുണ്ട്, ഭിന്നത വേണം. എന്നാൽ അത് മുഴുവൻ അഭിന്നമായി ഒന്നിച്ച് ഏകതയോടുകൂടി ചേരുമ്പോൾ മാത്രമാണ് എനിക്ക് എന്റെ കൈകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനം സാധിക്കുന്നത്. ഇതേപോലെ വ്യത്യസ്ത സമുദായങ്ങൾ അവയുടെ ആചാരങ്ങളെ പുലർത്തണം. വേണ്ടെന്ന് പറഞ്ഞില്ല, എല്ലാവരും ഒരുപോലെ ആവണമെന്ന് പറഞ്ഞില്ല. ശൈവനും വൈഷ്ണവനും ഗണപത്യനും ശക്തയനും സ്കാന്ദനും സൗരനും എല്ലാം ഉണ്ടാവട്ടെ. ഞാൻ നിരീശ്വരവാദിയാണ്, ഉണ്ടാവട്ടെ, സന്തോഷം. ഞാൻ നായരാണ്, ഈഴവരാണ്, ചെറുമരാണ്, പുലയരാണ്, നമ്പൂതിരിയാണ്, പട്ടരാണ്, ഉണ്ടാവണം. എല്ലാ ജാതി സമുദായവും ഉണ്ടാവട്ടെ. അപ്പൊ അവയുടെ വൈവിധ്യങ്ങൾ നിലനിർത്തട്ടെ. എന്നാൽ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒന്നാണ്. ഈ 5 വിരലുകളും ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നാണ്. ഈ മണിബന്ധം പൊട്ടിക്കഴിഞ്ഞാൽ ഈ 5 വിരലും അങ്ങനെയില്ല. ഓർമ്മിക്കുക. ഈ ഏകത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഭേദത്തെ അംഗീകരിച്ചുകൊണ്ടല്ല. ഞാൻ നിങ്ങളുടെ ചെറിയൊരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം. ഉപസംഹരിക്കുകയാണ്, സമയം അധികമാവുന്നു. കഴിഞ്ഞ മിനിയാന്ന്, ഇത് കഥയല്ല, സംഭവമാണ്. ആശ്രമത്തില് നമ്മളിപ്പോൾ ഗുജറാത്ത് നേരിട്ട് വരിക, ആശ്രമത്തിൽ പോയിട്ടല്ല വരുന്നത്, ഗുജറാത്ത് നേരിട്ട് വരിക. അവിടെ ഗുജറാത്ത് ആശ്രമത്തില് മിനിയാന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു. കുറച്ച് JCB കൊണ്ടും അതുപോലെ ഈ ട്രാക്ടർ കൊണ്ടൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷിഭൂമിയൊക്കെ തൊഴുക. അവിടെ ശ്രദ്ധക്കുറവ് കൊണ്ട് കുറച്ച് ചില വിഷമങ്ങൾ വന്നിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കുക. അതൊക്കെ അപ്പൊ നമ്മളെ ഏൽപ്പിച്ച ജോലിക്ക് വന്ന JCBയുടെ ഡ്രൈവർ വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല. ഞാൻ അയാളെ ചുമലിൽ കൈയിട്ട് വിളിച്ചു കൊണ്ടുവന്ന കൂട്ടാ, ഇങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയൊക്കെ മാറ്റം നാളെ ചെയ്തേരാ സമയം, ഒരു പ്രശ്നമില്ല എന്ന് അയാൾ പറഞ്ഞു. ഈ സമയത്ത് ആശ്രമത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയാം, അവൻ നേരെ ആവില്ല സ്വാമി, അവൻ നേരെ ചെയ്യില്ല, അവൻ നമ്മളെ ജാതിയല്ല, വേറെ ജാതിയിൽപ്പെട്ടല്ല. നോക്കണേ, എനിക്കെന്താ അവരുടെ ജാതി? നമുക്ക് എല്ലാ ജാതിയും ഒരു ജാതിയല്ല. ഇത്ര ജാതി വ്യത്യാസമാണ് അവർക്കിടയ്ക്ക്. ഇത്രയ്ക്ക് ജാതി വ്യത്യാസം നമ്മുടെ ചിന്തിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ജാതി ഭേദമുണ്ട് കേരളത്തിൽ, ചിന്തിക്കാൻ പറ്റില്ല. അത്ര ജാതി ഭേദം. പട്ടേലൊന്ന് വേറെ, ബനിയൊന്ന് വേറെ, ഷാവൊന്ന് വേറെ, കച്ചിയ പട്ടേലൊന്ന് വേറെ, എല്ലാവർക്കും പ്രത്യേകം അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനെ. പക്ഷെ നമ്മളെല്ലാവരും കൂടെ കൂടും, അത് വേറെ വിഷയം. പക്ഷേ അവിടെ വേറൊന്നുണ്ട്. എന്ത് ജാതിഭേദം പറഞ്ഞാലും, ജാതിഭേദം പറഞ്ഞാൽ അവരെ എത്ര തന്നെ ഭിന്നിച്ചാലും, ഹിന്ദു എന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ, അതിലുപരി ഗുജറാത്ത് എന്നുള്ളൊരു വൈകാരിക ഭാവം പറഞ്ഞാൽ, അതിനുമുപരി ഭാരതം എന്നുള്ളത് പറഞ്ഞാൽ അവരൊറ്റക്കെട്ട. അതെ, സംശയം അനുഭവം പറയണം. പരസ്പര ജാതിയൊക്കെ പറഞ്ഞ് ഭിന്നത ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഹിന്ദു എന്നുള്ളതിൽ, ഗുജറാത്തി എന്നുള്ളതിൽ, ഭാരതം എന്നുള്ളതിൽ ഒറ്റക്കെട്ട. ഇത് തന്നെയാണ് മധ്യപ്രദേശിൽ പോയാൽ, ഇത് തന്നെയാണ് ഉത്തർപ്രദേശിൽ പോയാൽ. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ജാതീയത അവിടെ ഉണ്ടെന്നുള്ള സത്യമാണ്. ഇല്ലാന്ന് കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും പ്രയോജനമില്ല. അനുഭവം എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? ഇവിടെ നമ്മുടെ കേരളത്തിന്റെ തൊട്ട് അതിർത്തി പ്രദേശം കർണാടകയില് ഗുണ്ടൽപേട്ടില് ആശ്രമമായിട്ട് ബന്ധപ്പെടുന്ന കോഴിക്കോട്ടിലെ ഒരാൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഒരു 3-4 കൊല്ലം മുമ്പ് ഞാനവിടെ പോയി ഒരു കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ റോഡ് സൈഡില് ഒരു വെള്ളത്തിന്റെ ടാപ്പ്, ഒരു പൈപ്പ്, GI പൈപ്പ് വന്നിട്ട് 2ആയി തിരിഞ്ഞ് 2 ടാപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ജലക്ഷാമം ഉണ്ടാവും, അപ്പോ ജലക്ഷാമം കൊണ്ട്
രണ്ട് ടാപ്പിലൂടെ ശേഖരിക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കിയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ടാപ്പ് മേൽജാതിക്കാർക്കാണ്, ഈ ടാപ്പ് താഴ്ജാതിക്കാർക്കാണ്. എടാ, ഒറ്റ വെള്ളം, ഒറ്റ GI പൈപ്പിലൂടെ വരുന്ന വെള്ളം, എന്നാ പിന്നെ മേൽജാതി വെള്ളവും കീഴ്ജാതി വെള്ളവും വേണ്ടേ? അവര് H2O എന്നുള്ള കോമ്പോസിഷൻ മാറ്റണ്ടേ വെള്ളത്തിന്റെ? മേൽജാതിക്ക് ഒരു കോമ്പോസിഷൻ വെള്ളത്തിന്, കീഴ്ജാതിക്ക് വേറെ കോമ്പോസിഷൻ ആക്കണ്ടേ? ഇന്നുള്ളതായി പറയണം, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എങ്കിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാര്? ഇതാ ഈ മഹാപുരുഷന്മാർ. അയ്യ വൈകുണ്ഠസ്വാമികളായാലും, തൈക്കാട്ട് അയ്യാവായാലും, സർവസാക്ഷി അമ്മയായാലും, ചട്ടമ്പിസ്വാമി തിരുവടികളായാലും, ശ്രീനാരായണ ഗുരുദേവനായാലും, ശുഭാനന്ദ ഗുരുദേവനായാലും, ബ്രഹ്മാനന്ദ ശിവയോഗിയായാലും, രാമാനന്ദ സ്വാമികളായാലും, നിർമ്മലാനന്ദ സ്വാമികളായാലും, ഇവരുടെയൊക്കെ ഉദ്ബോധനം, വേദഗുരു സദാനന്ദ സ്വാമികളായാലും, ഇവരുടെ ഉദ്ബോധനങ്ങൾ ഏറ്റുവാങ്ങി ധർമ്മജാഗരണത്തിന് പ്രവർത്തിച്ച അനേക മഹാപുരുഷന്മാർ, മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള, മന്നത്ത് പത്മനാഭനെ പോലുള്ള, പണ്ഡിറ്റ് കറുപ്പനെ പോലുള്ള എത്രയെത്ര മഹാത്മാക്കൾ, അവരുടെ ഒക്കെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഈ അന്ധകാരത്തെ നമുക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തെരുവുതോറുള്ള പ്രസംഗങ്ങളിൽ രാഷ്ട്രീയക്കാർ പറയും ഞങ്ങള് പ്രവർത്തിച്ചിട്ടാണ്. ചോദിക്കണം, നീ എന്നാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട, നീ എന്നാ ഉണ്ടായതെന്ന് ചോദിക്കണം. അതിനു മുമ്പ് നടന്നതായി ഈ മാറ്റങ്ങൾ ഈ മഹാത്മാക്കളുടെ. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തെ ശാലിക്ക് മനസ്സിലാക്കി മുന്നേറാൻ നമുക്ക് സാധിക്കണം. ശക്തമായ സമാജമായി എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഉയരാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമേ ഈ ഏകതാ സമ്മേളനത്തിൽ നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ ദീർഘമായിട്ട് പലതും ഇതിനനുബന്ധിച്ച് പറയാനുണ്ട്. ഈ പറഞ്ഞ വിഷയം തന്നെ ഒരു 3 മണിക്കൂറെങ്കിലും വേണം നല്ലൊരു ക്യാൻവാസിലാക്കിയിട്ട് അവതരിപ്പിക്കണമെങ്കിൽ. അതിന് പറ്റില്ല. ഇതെല്ലാ കാര്യക്രമങ്ങളും യഥാക്രമം നടക്കണം. അതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഇത് കേവലം ഒരു സമ്മേളനമായി കേട്ടങ്ങ് പോകാതെ മനനം ചെയ്ത് ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന സാമാജിക വീക്ഷണം, ആധ്യാത്മികമായി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ആചരണപരമായി ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് വേറെ വേദികളുണ്ട്. അനുഷ്ഠാനങ്ങളെ കുറിച്ചോ വേദാന്തത്തെ കുറിച്ചോ പറഞ്ഞിട്ടില്ല, അതിന് നമുക്ക് വേറെ വേദികളുണ്ട്. മറിച്ച് ഈ ഹൈന്ദവ ഏകതയുടെ തദ്വാര രാഷ്ട്ര ശാക്തീകരണത്തിനുള്ള സന്ദേശങ്ങളെ മനനം ചെയ്ത് സമാജവുമായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ ഇതൊരു സമ്മേളനം ആവില്ല. ഈ ഒറ്റ സമ്മേളനം ആയിരക്കണക്കിന് സമ്മേളനങ്ങളായിട്ട് മെല്ലെ 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 പ്രചരിതമാകും എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. സന്തോഷം.